പരസ്പരം കരുണ കാണിക്കാൻ പറഞ്ഞവരാണ്. റുഹമാഉ ബൈനഹും അശിദ്ദാഉ അലൽ കുഫാർ. റുഹമാഉ ബൈനഹും, ശത്രുക്കളോട്, ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്ന അവിശ്വാസികളോട് പരുഷമായി പെരുമാറുന്നവരും. എന്നാൽ മുസ്ലിമീങ്ങൾ തമ്മിൽ എത്രയും സ്നേഹത്തോടെ കരുണയോടെ പെരുമാറുന്നവരുമാണെന്ന് മുഅ്മിനീങ്ങളെ ഖുർആൻ വിശദീകരിച്ചപ്പോ നമ്മൾ നേരെ മറിച്ചായിപ്പോയി. നേരെ മറിച്ച് മുസ്ലിമീങ്ങളായ ആളുകൾ കൂടെ ഇരുന്നാൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളുടെ കൂടെ നടന്നാൽ അവരുടെ കൂടെ ഇരിക്കുകയോ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അഭിമാനത്തോടുകൂടെ ഞെറിഞ്ഞു നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിലൊരു ജാഗ്രതയും കാണിക്കാതെ, ഞാൻ പറയുന്നത് മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ വഖദ്ദസല്ലാഹു സിർറഹ്, ഏക സിവിൽ കോഡിന്റെ പ്രശ്നം എവിടെ വന്നപ്പോ, ശരീഅത്തിന്റെ വിഷയം ഇന്ത്യ രാജ്യത്തുണ്ടായപ്പോ മുസ്ലിമീങ്ങളുടെ ദീനിന്റെ അടിത്തറ പോലും ഇളക്കിക്കളയുന്ന നിയമം ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്ന സന്ദർഭത്തിലാണ് മഹാനായ മൗലാന അബുൽ ഹസൻ അലി അൽ ഹസനി അൻ നജ്വി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗൽഭനായ പണ്ഡിതൻ, ത്വരീഖത്തുകൾ ഉണ്ടായിരുന്ന മഹാനുഭാവൻ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനുഭാവൻ, ആ സാത്വികനായ പണ്ഡിതൻ കോഴിക്കോട് വന്നപ്പോ ആ മഹാനായ പണ്ഡിതന്റെ കൂടെ ഇരുന്നതിന്റെ പേരിലാ മഹാനായ ശൈഖുനെ ചീത്ത പറഞ്ഞ ആളുകൾ. മുസ്ലിമല്ലേ മിനിമം? മഹാനായ അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ആലിമല്ലേ? അവർ മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നത്തിന് വന്ന ചർച്ചയല്ലേ അത്? ആ ഒരു പ്രശ്നത്തിൽ മഹാനായ ശംസുൽ ഉലമയെ വഹാബിസത്തിന്റെ പേര് പറഞ്ഞ് പേര് കുത്തിയ ആളുകളാണ്. മുസ്ലിമീങ്ങളോട് റഹ്മത്ത് ചെയ്യാൻ അല്ലാഹു പറഞ്ഞ ആയത്ത് ഖുർആനിലുണ്ടായിരിക്കെ ഈ രാജ്യത്തിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ കടുത്ത രീതിയിൽ പരാക്രമങ്ങൾ അടിച്ചുവിട്ട നേതാക്കന്മാർ രാജ്യത്തിന്റെ സിംഹാസനങ്ങൾ വാഴുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയും ഓച്ചാനിച്ചു നിന്നുകൊടുക്കുകയും അവർ ചെയ്ത നെറികേടുകളൊന്നും ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലെന്ന് പറയുകയും സ്വന്തം സ്ഥാപനങ്ങളിലേക്ക് ആ പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ ആളുകളെ, പച്ച കുഫറിന്റെ ആളുകളെ കൊണ്ടുവന്ന് സ്വീകരണം കൊടുക്കുകയും ചെയ്തപ്പോൾ അവരോടൊന്നും തോന്നാത്ത വൈരാഗ്യമെന്റെ ഇസ്ലാമിന്റെ പൊതു പ്രശ്നത്തിൽ മഹാനായ ശംസുൽ ഉലമ ആ ഒരു വിഷയത്തിൽ മഹാനായ മൗലാന അബുൽ ഹസൻ അലി അൽ ഹസനി നദ്വിയുടെ കൂടെ, ആ മഹാന്റെ കൂടെ സ്റ്റേജ് പങ്കിട്ടതിന്റെ പേരിലാണ് സുന്നിസത്തിന്റെ പവറില്ല എന്ന് പറഞ്ഞ് മഹാനായ ശംസുൽ ഉലമയെ ചീത്ത പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് സത്യമുള്ളത് എന്ന്. എത്രയോ ചെറുപ്പക്കാർ കാര്യമറിയാതെ തക്ബീർ വിളിക്കുന്നവരുണ്ട്, ചരിത്രം മനസ്സിലാക്കാതെ തക്ബീർ വിളിക്കുന്നവരുണ്ട്. എന്താണ് സംഭവങ്ങൾ അറിയാതെ മഹത്തായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കന്മാരും കൊണ്ട് നടക്കുന്ന ജാള്യതകളില്ലാതെ പണം പിരിക്കാൻ അറിയാത്ത, ആഡംബരങ്ങൾ അറിയാത്ത സാത്വികരായ മഹത്തുക്കളായ സമസ്തയുടെ ആലിമീങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനത്തോട് കൊഞ്ഞനം കാണിക്കുന്ന ചെറുപ്പക്കാരെന്നറിയണം എന്താണ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രമെന്ന്. റുഹമാഉ ബൈനഹും, മുസ്ലിമീങ്ങളായ ആളുകൾ പരസ്പരം റഹ്മത്ത് ചെയ്യേണ്ടവരാണ്. അശിദ്ദാഉ അലൽ കുഫാർ, മുസ്ലിമീങ്ങൾക്കെതിരെ നരഹത്യകൾ ചെയ്ത ആളുകളോട് കടുത്ത സമീപനം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ അവരോടൊക്കെ സ്നേഹം, അവരോടൊക്കെ ബഹുമാനം, അവരോടൊക്കെ എന്തെന്നില്ലാത്ത ആദരവ്, അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് നല്ല ഒരു വാക്ക് സമൂഹത്തിന് വേണ്ടി ആണത്വത്തോടുകൂടെ പറയാൻ കഴിയാത്ത ആളുകളിലാണോ നിങ്ങൾ ഇസ്ലാം കാണുന്നത്? അതിന് വെച്ചുകൊണ്ടാണോ മഹാനായ ശംസുൽ ഉലമ നിലകൊണ്ട പ്രസ്ഥാനത്ത് നിങ്ങൾ കുതിര കയറാൻ പോകുന്നതെന്ന് സാന്ദർഭികമായി ചോദിക്കുകയാണ്. റുഹമാഉ ബൈനഹും, മുസ്ലിമീങ്ങളായ ആളുകൾ പരസ്പരം റഹ്മത്തെന്ന് പറഞ്ഞപ്പോ അത് മാത്രമില്ല, അവരോട് വൈരാഗ്യം, എന്നേക്കുമുള്ള വൈരാഗ്യം. എന്നാൽ ആരോട് കടുത്ത സമീപനമെന്ന് പറഞ്ഞോ അവരോട് കാരുണ്യം. ഖുർആൻ പറഞ്ഞതിന്റെ നേർവിപരീതം ചെയ്യുന്ന ഈ സംഭവങ്ങളൊക്കെ തിരുത്താൻ നേരമായിട്ടുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആജ്ഞകളെ ധിക്കരിച്ചുകൊണ്ടോ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ അല്ല ദീനീ പ്രവർത്തനം ചെയ്യേണ്ടത്. മഹാനായ ശംസുൽ ഉലമ ഏതൊരു ദിശയിലേക്കാണോ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാണോ കൊണ്ടുപോയത്, ആ മഹാപ്രസ്ഥാനത്തിൽ മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറയുന്ന നിമിഷം വരെ ഏതൊരു പ്രസ്ഥാനത്തിലാണോ അവർ നിലകൊണ്ടത്, ആ പ്രസ്ഥാനത്തിൽ മരണം വരെ നിലകൊള്ളാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരോടൊപ്പം അവർക്ക് ചെയ്ത ത്യാഗം എത്രയാണ്! ഈ ഉമ്മത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ എത്രയാണ് അവരെ ആളുകൾ കളിയാക്കിയത്. ശംസുൽ ഉലമ എന്ന അള്ളാഹുവിന്റെ വലിയനെ കളിയാക്കിയ ആളുകൾ അള്ളാഹു പുറത്തു കൊടുക്കുമോ? ഇതൊക്കെ
അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഇതൊക്കെ മഹാനായ ശംസുൽ ഉലമയുടെ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ അവരുടെ ഖബർ കിടക്കുന്ന ഇടത്ത് ചെന്നെങ്കിലും മാപ്പ് ചോദിക്കാതെ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. റുഹമാഉ ബൈനഹും, മുസ്ലിമീങ്ങളായ ആളുകൾ പരസ്പരം റഹ്മത്തുണ്ടാവേണ്ടവരാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ പരസ്പരം കരുണ ചെയ്യേണ്ടവരാണ്. ശത്രുക്കളോട് കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടവരാണ്. ഇതാണ് ഖുർആനിന്റെ പക്ഷം. നേരെതിരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഖുലഫാഉർ റാഷിദുകളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാരുണ്യത്തിന്റെ